നമുക്കേ ക്രിസ്മസ് ട്രീയിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർണമെൻറ്റ് ചെയ്ത് നോക്കിയാലോ. 9 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് ഒന്നിന് ഒരു ഇതുപോലെ 9 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ഏകദേശം ഈ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കുക. 8 പീസസാണ് ഞാൻ അതായത് ഒരു ഫ്ലവർ ചെയ്യാനായിട്ട്, ഒരു ഫ്ലവർ ചെയ്യും പോലെയാണ്. ഒരു 8 പീസാണ് ഒരു സൈഡിൽ, അപ്പം മൊത്തം 16 പീസ്. അതിനുശേഷം ഫോൾഡിങ് ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെയാണ് ഫോൾഡിങ്, ഞാനത് ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഈ ഫോൾഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെ നമ്മൾ ഈ എല്ലാ പീസും ഫോൾഡ് ചെയ്തെടുക്കണം, ഒന്ന് മടക്കിയെടുക്കുക. എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ വേണം, അല്ലാതെ ഒത്തിരി അങ്ങ് മേലോട്ട് തേക്കരുത്. ആ എഡ്ജിൽ മാത്രം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള എല്ലാം, അത് ഞാൻ പറഞ്ഞു, ഒരു സൈഡിൽ ഞാൻ 8 ഫ്ലവറാണ് കൊടുക്കുന്നത്. അതായത് ഒരു 8 പെറ്റൽസ് വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്യും. അത് ബാക്ക് സൈഡിലും 2 സൈഡിലും കൂടെ ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്തെടുക്കും. അപ്പോൾ അതിനാവശ്യമായി 16 ഒരുമിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഈ ഹാങ്ങിങ് ആയിട്ട് കിടക്കുമ്പോൾ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. കാരണം നമുക്കിതൊക്കെ വാങ്ങിക്കാൻ നല്ല റേറ്റ് ആവും. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ടൈമോ ഒന്നും എടുക്കത്തില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം ഇതിനെ എല്ലാം കൂടെ നമുക്കിനി എന്ത് ചെയ്യണം, ക്ലബ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഇതുപോലെ ഈ ഒരു എഡ്ജിൽ വേണം നമ്മളിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്ലൈ ചെയ്യുക, അതിലേക്ക് ഇതൊന്ന് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുക. ഗ്ലൂഗൺ ആയതുകൊണ്ട് അത്യാവശ്യം പേസ്റ്റായി ഇരിക്കും, പെട്ടെന്ന് ഇളകി വരില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രസ് ചെയ്ത് നന്നായിട്ട് അത് പേസ്റ്റ് ചെയ്ത് തന്നെ പോകണം. ഗ്ലൂ കുറവാണെന്ന് തോന്നുമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് പേസ്റ്റായി കഴിഞ്ഞാൽ ഈ ഫോം ഷീറ്റിലൊന്നും ഇളകി വരത്തില്ല കേട്ടോ. നല്ല പ്രസ്സായി നല്ല ഇതായിട്ടിരുന്നോളൂ. കാരണം ഞാൻ ചില സമയത്ത് പെട്ടെന്ന് മാറി വല്ല ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇളക്കണമെങ്കിൽ പിന്നെ പറ്റാറില്ല. അതിനെ അതിങ്ങനെ കീറിഞ്ഞ് വരും നമ്മുടെ കയ്യിൽ. കണ്ടല്ലോ, ഇതുപോലെ ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇനി ഈ ലാസ്റ്റ് വന്നില്ലേ, ഈ ലാസ്റ്റ് വന്നത് 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിയും കേട്ടോ. ഇത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും സമയം വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അല്ലാതെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇത് ഒരു സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ് മാത്രം നമുക്കൊരു ഹാങ്ങിങ് കൊടുത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്യും. ഇനി ഇതുപോലെ ഒരു സെറ്റ് കൂടെ നമുക്ക് ചെയ്യണം. കണ്ടോ, അപ്പോൾ ഞാൻ 2 ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് ഞാനൊരു ചെറിയൊരു അറ്റാച്ച് കൊടുക്കുന്നു, ഒരു സൺഫ്ലവർ പോലത്തെ ഒരു പാച്ചസ് കൊടുക്കുന്നു. അല്ലാതെ ഇത് നമുക്കൊരു അല്ലെങ്കിൽ ഹാഫ് കട്ട് ബീഡ്സ് കൊടുത്താലും മതി. അതിനുശേഷം ഓരോ ആ ലീഫിൻ്റെ നമ്മുടെ പെറ്റൽസിൻ്റെ സൈഡിലേക്ക്, ആ സെൻറ്ററിലേക്ക് ഞാൻ ഓരോ ബീഡ്സ് വീതം കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് കളറുള്ള ബീഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, വൈറ്റ് കളർ, ആ ബീഡ്സ് അങ്ങ് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ അതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാണുമ്പോൾ അതിനൊരു ലുക്ക് ഉണ്ടാവും. ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 8 പെറ്റൽസാണ് കേട്ടോ ഞാൻ ഒന്നിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ വലിപ്പം കൂട്ടിയെടുക്കാം. അതിൻ്റെ നീളം ലെങ്ത് ഞാൻ എടുത്തത് ഇതിനനുസരിച്ച് അതിലൊന്ന് കൂട്ടി 12 എടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ടിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ചെറുത് മതിയെങ്കിൽ ഈ ഒരു ലെങ്തിൽ ചെയ്താൽ മതിയാവും. കുറച്ചുകൂടെ ചെറുത് വേണമെങ്കിൽ ലെങ്ത് കുറയ്ക്കുക. പിന്നെ ഈ ഒരു പിങ്ക് കളർ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒത്തിരി കളർ ചെയ്തെടുക്കാം. ഞാൻ 1-2 കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം പല കളർ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി അടുത്തത് ഇതുപോലെ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ. ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ രണ്ടും ഇങ്ങനെ അത് തിരിഞ്ഞ് കറങ്ങിയൊക്കെ വന്നാലും എല്ലാം കാണാൻ ഒരുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. അതിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒരു സെയിം പാച്ചസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിപ്പ് സ്റ്റോൺ അല്ല, ക്ലിപ്പ് സ്റ്റോണിൻ്റെ വേറൊരു ടൈപ്പാണ്. അത് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ സെൻറ്ററിലേക്ക്. ഇനി ഇതിലേക്ക് ബീഡ്സ് കൊടുക്കുന്നു. സെയിം അതിൽ ചെയ്ത അതുപോലെ തന്നെയാണ് ഇതിലും കൊടുത്തത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഒരു രീതി, അടുത്ത സൈഡിൽ വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ വേറെ രീതിയിൽ ഒരു ഭംഗിയായിരിക്കും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്യുക. അത്രമാത്രമാണുള്ളത് കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഇതിനൊരു ഹാങ്ങിങ് അറ്റാച്ച്മെൻറ്റും കൂടെ കൊടുക്കണം നമുക്ക് ഈ ഓർണമെൻറ്റ്സിന്.
ഇതിന് ഓർണമെൻറ്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്മസ് ട്രീയിലിടുന്ന ഈ ഹാങ്ങിങ്സിനെ പറയുന്നതാണ് ഓർണമെൻറ്റ്സ്. ഇനി ഇതുപോലെ ഒരു ഫോം ഷീറ്റ് സിൽവർ എടുക്കാം, അല്ലെങ്കിൽ സെയിം കളർ ആയാലും മതി. ഞാൻ സിൽവർ എടുത്ത്, കാരണം ഹാങ്ങിങ്സിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു സിൽവർ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പീസ് കൂടെ വേണം. ഇതൊന്ന് ഹാങ്ങിങ്ങിന് തൂങ്ങി കിടക്കുമ്പോൾ നമുക്ക് ഗോൾഡൻ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ത്രെഡ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഫോം ഷീറ്റ് തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. അതിനെ ഒന്ന് ജസ്റ്റ് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. ആ ഫോം ഷീറ്റ് എടുക്കുക, അതിലേക്ക് കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിലേക്കൊന്ന് പ്രസ് ചെയ്യുക. ഇനി അതിന് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് എത്രത്തോളം ആ ഒരു ഹാങ്ങിങ്ങിന് അറ്റാച്ച് കൊടുക്കുന്നതിൻ്റെ വലിപ്പം ആവശ്യമുണ്ടോ അത്രത്തോളം ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, അത് റോൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒത്തിരി ഇത് ചെയ്തില്ല. നമ്മളുടെ ആ ഹെയർ, നമ്മളുടെ ആ ഒരു ഹാങ്ങിങ്ങിന് ഒരു ആവശ്യത്തിനുള്ള ഒരു വലിപ്പം കൂടി ഇതുപോലെ ഇത്രയും കുറച്ചുകൂടെ ഒന്ന് കണ്ടില്ലേ, നമുക്കത് കണ്ടില്ല, നല്ല ഫിനിഷിങ്ങോടെ കിട്ടുന്നുണ്ട്. നമ്മളത് മേളിൽ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും, ഒരു നീറ്റ്നെസ് ഉണ്ടാവും. കുറച്ച് ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവസാനം ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഒരു 2 സെക്കൻഡ് ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അത് പേസ്റ്റ് ആയിരുന്നോളും. കണ്ടല്ലോ. ഇനി ഇതൊന്നുമില്ല, ഇനി ഇത് തമ്മിൽ പേസ്റ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇത് തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ആദ്യം ഈ എല്ലാ പെറ്റൽസിൻ്റെയും ഇതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒറ്റയടിയും ചെയ്യണം കേട്ടോ, ഡ്രൈ ആയൊന്നും പോകത്തില്ല. ഇതുപോലെ കൊടുക്കുക. അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കാൻ നമുക്ക് പാടാണ്. എന്നിട്ട് ഇതുപോലെ ആ പെറ്റൽസ് എല്ലാം ഒരുപോലെ വെച്ചിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേളിൽ സെൻറ്ററിൽ ഒരു സൈഡിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹാങ്ങിങ്ങിൻ്റെ അറ്റാച്ച്മെൻറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർണമെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ നിന്ന് ഡെക്കറേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തതാണ്. കാരണം ശരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പുറത്ത് ഗ്രീനിൽ നിന്ന് എടുക്കുമ്പോൾ അവർ കണ്ടില്ലേ ആ ഒരു പിങ്കിൻ്റെ ഒരു ഭംഗിയൊക്കെ. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. ഇത് പല കളറിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട്